തളിപ്പറമ്പ് കണ്ടത് ഒരു അട്ടിമറി ജയമാണ്. നമുക്കൊപ്പം ഇപ്പോൾ നിയുക്ത MLA ടി കെ ഗോവിന്ദൻ മാഷുണ്ട്. മാഷെ, യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നു ഈ വിജയം? ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ തന്നെ ഈ വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയത്തിന് പാർട്ടിയിൽ നിന്ന് എല്ലാ ഭാഗത്തും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പരസ്യമായിട്ടല്ല, എല്ലാവരും എന്നെ വിളിച്ച് എനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുണ്ട് എന്ന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDFൻ്റെ പിന്തുണ കൂടി ഉണ്ടായപ്പോൾ CPMനകത്ത് ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയത്തെ അനുകൂലിക്കുന്നവരും കൂടെ ചേർന്നാൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അത് പൂവണിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ടുള്ളത്. ഓരോ ബൂത്തുകളും ഓരോ റൗണ്ടുകൾ എണ്ണുമ്പോഴും CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൂടെ പോകുമ്പോഴും അവിടെയൊക്കെ ലീഡിങ്ങനെ മാഷ്ക്ക് ഉണ്ടായി വരികയായിരുന്നു. അപ്പോൾ അത് കൃത്യമായി തന്നെ പാർട്ടി വോട്ടുകൾ കൂടി സമാഹരിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു ലീഡിലേക്ക് വരുന്നത്. അത് തീർച്ചയായിട്ടും അതെ. പരിയാരം പഞ്ചായത്തിനാണ് ആദ്യം എണ്ണുന്നത്. പരിയാരം പഞ്ചായത്ത് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ എനിക്ക് ഭൂരിപക്ഷം ഉണ്ടായത്, നല്ല ഭൂരിപക്ഷം. പിന്നീട് ചപ്പാരപ്പടവ് പഞ്ചായത്താണ്, അത് UDF പഞ്ചായത്താണ്. അവിടെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭൂരിപക്ഷം. കുറുവാത്തൂർ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷം. വില്ലേജ് പഞ്ചായത്തിൽ അവർക്ക് നല്ല LDFന് നല്ല ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ്. അവിടെ എനിക്ക് നല്ല ഭൂരിപക്ഷമാണ് കിട്ടിയത്. തൽ മുനിസിപ്പാലിറ്റിയിൽ വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത്, പ്രതീക്ഷിച്ചതിനേക്കാൾ ഭൂരിപക്ഷം. ആന്തൂര് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വോട്ട് കിട്ടി. 10-12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വേണ്ടതാണ് ആന്തൂര്. അവിടെ അവർക്ക് 8,000 ചില്ലറ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായത്. മയ്യിൽ 99 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് LDFന്. മയ്യിൽ പഞ്ചായത്തിൽ കേരളവും മുല്ലക്കൊടിയും എല്ലാമുള്ള മയ്യിൽ പഞ്ചായത്തിൽ, കണ്ടക്കൈ എല്ലാമുള്ള മയ്യിൽ പഞ്ചായത്തിൽ അവർക്ക് കിട്ടിയ LDFന് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം 99. അപ്പോൾ ഇത് ഞാൻ ഉയർത്തിയ ആശയത്തിലുള്ള പാർട്ടിയുടെ അംഗീകാരമാണ്, പാർട്ടിയിലെ അംഗീകാരമാണ്. മലപ്പട്ടത്ത് 600 വോട്ടാണ് ഭൂരിപക്ഷം, 600 വോട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഉയർത്തിയതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്നത് തളിപ്പുറം മണ്ഡലത്തെ ജനങ്ങൾ അംഗീകരിച്ചു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. മാഷിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ ഇപ്പുറത്ത് CPM അണികളൊക്കെ കുറച്ചുകൂടി ശക്തരാവും. അവർ സംഘടനാ സംവിധാനത്തിന് കീഴിൽ ഒന്നിച്ചു നിന്ന് ഇപ്പോൾ PK ശ്യാമളയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതായിരിക്കുമല്ലോ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടാവുക. അതൊക്കെ ഇല്ലാതായി എന്നാണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം അവർ പ്രതീക്ഷ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർ പ്രഗത്ഭ നേതാക്കന്മാരെ ആകെ രംഗത്തിറങ്ങിയത്. തളിപ്പുറം മണ്ഡലത്തിൽ MP ജയരാജൻ, P ജയരാജൻ, KK രാഗേഷ് തുടങ്ങി എല്ലാവരും വീട് വിടാതെ കയറി. MP ഗോവിന്ദ മാഷാണെങ്കിൽ മുഴുവൻ ആളെയും നേരിട്ട് വിളിക്കുകയും വീടുകളിൽ കയറുകയും ചെയ്യാണ്, ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സൃഷ്ടിച്ചെടുത്തപ്പോൾ അവർ ധരിച്ചത് അവർ ഈ പറയുന്ന പാർട്ടി അണികളെ ആകെ ഇത്തരത്തിൽ കൂടെ നിർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പോഴും അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു പാർട്ടിയിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പ് ഇപ്പോൾ പാർട്ടി സ്വീകരിച്ച നിലപാടിനോടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല. അത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ജയിക്കുമെന്ന് പറഞ്ഞത്. മാഷ് എങ്ങനെ വിലയിരുത്തുന്നത്? ഇപ്പോൾ അണികൾക്കിടയിൽ മാത്രമല്ല, ഇപ്പോൾ നേതൃത്വത്തിൽ തന്നെ ആ രീതിയിലുള്ള എതിർപ്പുണ്ട് എന്നാണോ? മാഷ് പുറത്തു വരുമ്പോൾ മാഷ് പറഞ്ഞിരുന്നു കൂടുതൽ പേർ അസംതൃപ്തരാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ളൊരു സാഹചര്യം, അതിപ്പോൾ കുറച്ചുകൂടി ശക്തമാവാനുള്ള സാധ്യത? അത് കൂടുതൽ ശക്തി പാർട്ടിയിലാകെ അസംതൃപ്തി. അത് ഇവിടെ മാത്രം നിൽക്കില്ല. ഇനി കേരളത്തിലുടനീളം പാർട്ടിയിൽ ഇന്ന് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിൽ പൂർണ്ണമായി അസംതൃപ്തരാണ്. ഈ അസംതൃപ്തി മാറ്റിയെടുക്കാൻ ആവശ്യമായ തിരുത്തലുകൾ CPM നടത്തണം. അത് നേതൃത്വത്തിന് തുടങ്ങണം. അത് നടത്തുന്നില്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നാമാവശേഷമാവും. അങ്ങനെ നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ മാഷ് പുറത്തു വന്നതുപോലെ കൂടുതൽ പേർ പുറത്തു വരുന്ന മാഷ് കരുതുന്നുണ്ടോ? പുറത്തു വരലല്ല, നിരവധി ആളുകൾ നിരാശരായി പാർട്ടി വിട്ടാൽ മതിയല്ലോ. പുറത്ത് വന്നിട്ട് ഇതുപോലെ നിലപാട് സ്വീകരിക്കണമെന്നില്ലല്ലോ. എത്ര ആളിപ്പോൾ ഞാനിപ്പം നിലപാട് സ്വീകരിച്ചു, പല ആളും മനസ്സിൽ നിലപാട് വെച്ചുകൊണ്ട് അതൃപ്തിയും കൊണ്ട് നിന്നു. ആ അതൃപ്തിയാണ് ഈ പാർട്ടിയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. ആ അതൃപ്തിയാണ് വോട്ടായി മാറിയിട്ടുള്ളത്. അത് ഇനിയും തുടരും. അത് തിരുത്തുന്നില്ലെങ്കിൽ. ഇപ്പം മാഷ് സ്വീകരിച്ചത് ഒരു നിലപാടാണ്, അതായത് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു മാഷിൻ്റെ ഒരു നിലപാട്. അപ്പോൾ ആ നിലപാടിന് കൂടിയുള്ള ഒരു പിന്തുണയല്ലേ ഈ വിജയം? ഞാനൊരു സ്ഥാനാർത്ഥി വ്യക്തിക്കെതിരായിട്ടുള്ള നിലപാടല്ല. അതായത് ശ്യാമള എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ഒരു വിരോധമോ ഒരു നിലപാടോ അല്ല എൻ്റെത്. ഇത് പാർട്ടിയിൽ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ശ്യാമളയാണോ കോമളയാണോ എന്നുള്ളതല്ല. അതായത് പാർട്ടിക്കൊരു രീതിയുണ്ട്, സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന രീതിയുണ്ട്. ആ രീതി വിട്ടുകൊണ്ട് തൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ഭാര്യയെ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് ഇതിലുള്ള എൻ്റെ എതിർപ്പ്. യഥാർത്ഥത്തിൽ പാർട്ടി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാ എതിർപ്പ്? അംഗീകരിച്ചിട്ടില്ലല്ലോ. സെക്രട്ടേറിയറ്റോ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റിയോ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റികളോ ഒരു ലോക്കൽ കമ്മിറ്റികൾ പോലും അംഗീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങ് അംഗീകരിക്കാത്തൊരു സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുന്നത്
ജനാധിപത്യമല്ല, പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യമല്ല, അത് ഒരു ഫാസിസ്റ്റ് രീതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം എതിർത്തോ, അതൊന്നും എനിക്ക് ബാധകമല്ല, ഞാൻ തീരുമാനിച്ചേ നടക്കൂ എന്ന് പറയുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ല. അതിനെയാണ് ഞാൻ എതിർത്തത്. മാഷ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടി നേതൃത്വമൊക്കെ പറഞ്ഞത് മാഷിന് അധികാരമോഹമാണ്, അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാകാൻ വരുന്നത് എന്നുള്ളതാണ്, അല്ലാതെ മറ്റ് നിലപാടിൻ്റെ പേരിലൊന്നും അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ നേതൃത്വം പറഞ്ഞത് അണികൾ കേട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഈ നേതൃത്വം പറയുമ്പം അവർ പറയുന്നവരെ ആലോചിക്കണം, അവരെ മുഖം കണ്ണാടിയിൽ നോക്കണം, അവരുടെ മുഖം എത്രമാത്രം വികൃതമെന്ന് അപ്പോൾ മനസ്സിലാവും. ആരാ അധികാരമോഹം പറയുന്നത്? ഒന്ന് പറയുന്നത് ആരാ? ഒന്ന് എം പി ഗോവിന്ദൻ മാഷാണ് പറയുന്നത്. എം പി ഗോവിന്ദൻ മാഷ്ക്ക് 3 തവണ MLA ആയി, 4ാം തവണ എൻ്റെ ഭാര്യ ആയിരിക്കണം MLA എന്ന് പറയുന്നത് അധികാരമോഹമല്ലേ? പിന്നെന്ത് മോഹം എന്നതിന് പറയാം. പിണറായി വിജയൻ 9 തവണയായി, തൻ്റെ മകളെ ഭർത്താവും MLA മന്ത്രിയാവണം, ഇതെന്ത് മോഹം എന്നാ പറയുക? വിജയരാഘവൻ്റെ ഭാര്യ ബിന്ദു ടീച്ചർ കഴിഞ്ഞ തവണ MLA ആണ്, മന്ത്രിയാണ്, ഇപ്പോൾ മത്സരിക്കുന്നത്, തോറ്റുപോയി, ഇപ്പോൾ മത്സരിക്കുന്നത്, എന്ത് മോഹം എന്നതിന് പറയുക? അപ്പോൾ ഇവർക്കൊന്നും ഒരധികാരം മാത്രമല്ല. നിന്ന് പല നേതാക്കന്മാരെയും നോക്ക്, അവരെന്നെ മത്സരിക്കുന്നത് തുടച്ച ഇവർക്കൊന്നും അധികാരമോഹമില്ല. ഇവർക്കെല്ലാം വിപ്ലവ ബോധം. ഗോവിന്ദ മാഷ ഭാര്യ വന്നാലേ വിപ്ലവം നടക്കൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇതിലെ പരിഹാസ്യമാണ് ഇവർ പറയുന്നത് എന്ന് അത് ജനം ഇപ്പോൾ വിലയിരുത്തുന്നത്. ഞാൻ പറഞ്ഞ അവർ മുഖത്ത് നോക്കട്ടെ എന്ന്. അതിനുള്ള തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടായ റിസൾട്ട്. തീർച്ചയായിട്ടും അതെ, അതിനുള്ള വലിയ തിരിച്ചടിയാണ്. ഇത് തിരിച്ചറിയാൻ അവർക്ക് കഴിയണം. നിങ്ങളുടെ ഈ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നേതൃത്വത്തിന് നിങ്ങൾ തീരുമാനിക്കുന്ന എൻ്റെ ഭാര്യ, എൻ്റെ മകളെ ഭർത്താവ്, എൻ്റെ ഭാര്യ തിരഞ്ഞെടുപ്പ് വരണം, മരുമകൻ തിരഞ്ഞെടുപ്പിന് വരണം, ഈ തീരുമാനം നിങ്ങൾ എടുക്കുകയാണ്. തീരുമാനിക്കേണ്ടവർ തന്നെയാണ് ഈ തീരുമാനിച്ചത്. എന്നിട്ടത് പാർട്ടി തീരുമാനം അടിച്ചേൽപ്പിക്കുകയാണ്. ഈ രീതി തിരുത്തേണ്ടി വരും ഈ പാർട്ടി. ഇല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ഇതുപോലെ ശിക്ഷിക്കും. പാർട്ടിക്കകത്തൊരു ജനാധിപത്യ ബോധം ഇല്ലാതായി കഴിഞ്ഞാൽ പാർട്ടി തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഞാൻ അതാണ് പറയുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് മാഷക്ക് നന്നായിട്ട് അറിയാമല്ലോ, മാഷ നമ്മളെല്ലാം പഠിപ്പിച്ചതും നമ്മൾ പഠിപ്പിച്ചതും ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. എന്താണ് ഉൾപാർട്ടി ജനാധിപത്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസത്ത, ഹൃദയം എന്ന് പറയുന്നത് ഉൾപാർട്ടി ജനാധിപത്യം. ആ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ഇവിടെ ഇപ്പോൾ അതാ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടിയാകെ എതിർത്താൽ അതല്ലേ ഉൾപാർട്ടി ആ എതിർപ്പിന് അംഗീകാരം കൊടുക്കണ്ടേ? ആ എതിർപ്പ് മനസ്സിലാക്കി തിരുത്തൽ നടത്തണ്ടേ? അല്ല, നിങ്ങളെല്ലാം എതിർത്തോ, ഞാൻ തീരുമാനിച്ചേ നടക്കൂ, ഇത് ഉൾപാർട്ടി ജനാധിപത്യമല്ല, ഇതിന് ഫാസിസ്റ്റ് രീതി എന്നാണ്. ഈ ഫാസിസ്റ്റ് രീതിയെയാണ് കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്നത്. അത് തിരുത്താൻ ഇവർ തയ്യാറാവണം. ഇപ്പോൾ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവരാണ് പി കെ ശ്യാമളയ്ക്ക് വേണ്ടി ഇവിടെ പ്രചാരണത്തിന് എത്തിയത്. ആ രീതിയിൽ വലിയ പ്രചാരണം നടന്നിരുന്നു. ഇപ്പോൾ പി ജയരാജൻ്റെതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വരുന്നത് ഈ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ജയരാജന് ഇപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ജയരാജൻ മാറ്റിയും പറയും. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ശ്യാമള ടീച്ചർക്കെതിരെ പ്രസംഗിച്ച് നടപടി വാങ്ങിയവനാണ് ജയരാജൻ. മനസ്സിലായില്ലേ? ആ സംഭവത്തിൽ, ഇത് സാജൻ്റെ സംഭവത്തിൽ ഞാനന്ന് പാർട്ടി ചുമതല എനിക്ക് തളിപ്പുമ്പിൽ ഞങ്ങൾ ആലോചിച്ചു, എന്താ ഭയങ്കര എതിർപ്പ് ഇവിടെ ഈ ആന്തൂരിൽ. ജനങ്ങളാകെ വയലൻ്റാണ്, പാർട്ടിയാകെ എതിർക്കുകയാണ്. അപ്പോൾ അത്ര ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മളെന്താ ഇതിന് നേരിടാനുള്ള വഴിയെന്താ പരിഹരിക്കുന്നത്? അപ്പം ഞാൻ ജയരാജൻ എന്ന് ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചപ്പോൾ നമുക്കൊരു പൊതുയോഗം വെക്കാം. പൊതുയോഗം വെച്ചു. പൊതുയോഗം വെച്ചപ്പോൾ ഈ പൊതുയോഗത്തിൽ ആരാ പി ജയരാജൻ ആദ്യം പ്രസംഗിച്ച്. ജനങ്ങളാകെ ഇങ്ങനെ നിൽക്കുക, വയലൻ്റായി നിൽക്കുകയാണ്. ജയരാജൻ പറഞ്ഞു, ഇതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും. അപ്പം ജനങ്ങൾ ആശ്വസിച്ചു. ടീച്ചർ പേരിൽ നടപടി ഉണ്ടാവുമല്ലോ, ആശ്വസിച്ചു. ഞങ്ങളെല്ലാം അത് ഏറ്റുപിടിച്ച് പ്രസംഗിച്ചു. അവസാനം നടപടി ആർക്കാ വന്നത്? ഇത് പ്രസംഗിച്ചതിൻ്റെ പേരിൽ പി ജയരാജൻ നടപടി. ടീച്ചർ രക്ഷിക്കപ്പെട്ടു. ഇത് രക്ഷിച്ചു. ബോധപൂർവം ടീച്ചർ ആസൂത്രിതമായി രക്ഷപ്പെടുത്തി. എന്നിട്ട് ഇത് പ്രസംഗിച്ച പി ജയരാജൻ ഒരു നടപടി എടുത്തു. ഇതായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആ ജയരാജനോട് ഞാൻ പറഞ്ഞു, ജയരാജ, നിങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതിന്? എന്തൊരാവശ്യമാണ്? നിങ്ങളെ കൊണ്ട് തന്നെ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാനല്ലേ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് എന്ന് ജയരാജനോട് ഞാൻ പറഞ്ഞു. ജയരാജൻ അത് കേട്ടിന് എതിർപ്പൊന്നും പറഞ്ഞില്ല, ശരിയാണെന്നുള്ള അഭിപ്രായം ജയരാജനുള്ളത്. പക്ഷേ ജയരാജൻ ഇവിടെ വന്ന് ഈ കാര്യം മുഴുവൻ ജയരാജൻ ജനങ്ങളുടെ വീട് അതിനും കയറി പറയുകയാണ്, പാർട്ടീൻ്റെ പ്രാധാന്യമൊക്കെ തന്നെ. അപ്പോൾ ജയരാജൻ പറയണമായിരുന്നു. ജയരാജനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ കരുതിയിരുന്നത്, ജനങ്ങളിൽ, പാർട്ടിയിലും. ആ ക്രെഡിബിലിറ്റി ജയരാജൻ കളഞ്ഞു കുളിച്ചില്ല ഇവിടെ വന്നിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ജയരാജൻ ഇത്തരം തൻ്റെ വിശ്വാസ്യതയെ തകർത്തത്? അതാണ് ജയരാജൻ പരിശോധിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം അന്ന് താങ്കൾ ബൂത്തിലോട്ടൊക്കെ വരുമ്പോൾ വലിയ കൂക്കലും കൂവിളിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് മാത്രമേ ഉണ്ടായിരുന്നു, മലപ്പുറത്ത് ഇവിടുന്ന്. അത് ബോധപൂർവം, അത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് ചെയ്തിട്ടുള്ളതൊന്നും പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഇവിടുത്തെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഈ സാമ്രാജ്യത്വ വിരുദ്ധ, ജന്മി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുത്ത ഒരു നാടാണ് ഈ നാട്.
അതിൻ്റെ ഒരു പാരമ്പര്യത്തിലാണ് മലപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആയി മാറിയിട്ടുള്ളത്. ആ പാരമ്പര്യമാണ് അവർ കളഞ്ഞു ഒളിച്ചിട്ടുള്ളത്. സംസ്കാര ശൂന്യമായ പെരുമാറ്റം, അത് കമ്മ്യൂണിസ്റ്റ് സംസ്കാരമല്ല, കമ്മ്യൂണിസ്റ്റ് രീതിയുമല്ല. അത് ഇവിടെ കുറച്ച് ആളുകളെ മറ്റു പല രീതിയിലും അവർ ഇതുപോലെ ആസൂത്രിതമായിട്ട് ഇത്തരത്തിലുള്ള ഒന്നിന് പ്രേരിപ്പിച്ചു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. പക്ഷേ വോട്ട് നോക്കുമ്പോൾ അവരുടെ വോട്ട് പോലും മാഷിന് കിട്ടിയ പോലെയാണല്ലോ. തീർച്ചയായിട്ടും അവരെ ഈ കൂകിയവരല്ല എനിക്ക് പലരും വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ 600 വോട്ടല്ലേ ഇവിടെ കുറവുള്ളൂ. LDF UDF തമ്മിലുള്ള വ്യത്യാസം കേവലം 600 വോട്ടിലല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവരെല്ലാം വോട്ട് ചെയ്യാണ്ടായിട്ടോ. ഞാൻ ഒരു വീട്ടിലും കയറി വോട്ട് ചോദിച്ചിട്ടില്ല ഇവിടെ. അതാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് 10 ദിവസം കിട്ടീന്. ഒരു വീട്ടിലും ഞാൻ കയറി വോട്ട് ചോദിച്ചിട്ടില്ല. ഇവിടെ ആലക്കത്ത് പോലും പോയിട്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പലരും വോട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്യാത്തവരുമുണ്ട്. മഹാഭൂരിപക്ഷം ആളുകളും ഈ പാർട്ടിയിലെ പല ആളുകളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും വോട്ട് ഉണ്ടാവില്ല. മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് മാഷിനെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. മാത്രമല്ല കുടുംബം പോലും മാഷിൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. അത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയല്ല, ഈ MV ജയരാജൻ പറഞ്ഞു ഇവിടെ എന്നെ. അതിലെനിക്ക് ജയരാജനോട് വളരെ നന്ദിയുണ്ട്. എന്താ കാരണം അറിയോ? ഇവിടെ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യയാണല്ലോ ഒന്നും അവർ ഇതിലൊന്നും വരാൻ താല്പര്യം കാണിച്ചിട്ടില്ല. അവിടെ നിന്നതാണ്. ഇവിടുന്ന് LDFൻ്റെ കൺവെൻഷൻ അല്ല UDFൻ്റെ കൺവെൻഷൻ അവിടെ ചേരുന്ന ദിവസം ഇവർ എൻ്റെ കൂടെ വന്നിട്ടില്ല. ഞാൻ രാവിലെ പോയതാണ്. പക്ഷേ വൈകുന്നേരം കൺവെൻഷൻ ആകുമ്പോഴേക്കും ഇവിടെ വന്നു. വേറെ എന്താ കാരണം? തലേന്ന് ജയരാജൻ്റെ ഒരു പ്രസംഗം, മാഷ കുടുംബം പോലും മാഷ കൂടിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ കൺവെൻഷൻ്റെ അകത്ത് വന്നു. ഇപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ എല്ലാ ബന്ധുക്കളും എന്ന് പറഞ്ഞാൽ അകന്ന ബന്ധുക്കൾ പോലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായിട്ട് വന്നു. എൻ്റെ ഒരു മരുമകൾ ഒഴിച്ച് മറ്റെല്ലാം സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു. മുഴുവൻ ആളുകളും. എങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു കുടുംബം എനിക്ക് ഉണ്ടെന്ന് തന്നെ ഇപ്പോൾ എനിക്ക് ബോധ്യം വന്നു. മുഴുവൻ ആളുകളും തെരഞ്ഞെടുപ്പിൽ ഓരോ മേഖലയിലും ഇടപെട്ട് പ്രവർത്തിച്ചു. ഇത് ജയരാജൻ ചെയ്ത ഒരു നല്ലൊരു കാര്യമാണ്. ഒന്നിച്ച് നിൽക്കുന്നവർക്കെതിരെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ? ഇല്ല, അങ്ങനെ ഒരു വലിയ ഭീഷണി ഉണ്ടായിട്ട് എനിക്ക് കരുതുന്നില്ല. അങ്ങനെയൊന്നും ഭീഷണി വിലപ്പോകുന്നൊരു കാലമല്ല ഇത് പഴയ കാലമല്ല. കാലം മാറി എന്നുള്ളത് ഇനിയും പാർട്ടിയുടെ നേതൃത്വം മനസ്സിലാക്കണം. പഴയ കാലമല്ല ഇത്, കാലം മാറി. ഇന്ന് ആധുനിക യുഗമാണ്. മാത്രമല്ല പിന്നെ ന്യൂ ടെക്നോളജീൻ്റെ ഏറ്റവും വലിയ AI കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഇനിയും പാർട്ടി നേതൃത്വം മനസ്സിലാക്കണമെന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനിയിപ്പോൾ എങ്ങനെയാണ് മാഷിപ്പോൾ UDFൻ്റെ ഭാഗമാണ്, തുടർച്ച എന്തായിരിക്കും ഇനിയുള്ള അടുത്ത? ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും UDFൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി. അപ്പോൾ ഞാൻ UDFൻ്റെ ഭാഗമായിട്ടാണ് ഇനി അങ്ങോട്ട് ഒരു MLA എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുക. മാത്രമല്ല കഴിഞ്ഞ ദിവസം PV അൻവറൊക്കെ ഇവിടെ വന്നിരുന്നു, മാഷിനെ കണ്ടു, കുഞ്ഞികൃഷ്ണനെ കണ്ടു. അപ്പോൾ ആ രീതിയിലൊരു ഈ ഇടത് ഭാഗത്ത് നിന്ന് പുറത്ത് വന്ന ഈ അസംതൃപ്തരായ ആൾക്കാരുടെ അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയിലേക്ക് ഇല്ല. അൻവറെ ഞാൻ കണ്ടിട്ടില്ല. അൻവർ എന്നെ കാണാൻ വേണ്ടി വിളിച്ചിരുന്നു. 2 തവണ അൻവർ എന്നെ വിളിച്ചിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സമയമില്ല, എനിക്ക് താല്പര്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് സമയമില്ലാതെ. എനിക്ക് താല്പര്യമില്ല അൻവറിൻ്റെ അത് രീതിയോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ തികച്ചും സ്വതന്ത്രമായിട്ട് ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു വന്ന ആളാണ്. അൻവറിൻ്റെ രീതി സ്വീകരിക്കാനൊക്കെ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുകയോ ഞങ്ങൾ തമ്മിൽ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ആവശ്യമുണ്ടെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അല്ല, അത് കുഞ്ഞികൃഷ്ണൻ്റെ അഭിപ്രായമായിരിക്കും. ഞാനതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മത്സരിച്ചു, UDF പിന്തുണ നൽകി, UDFൻ്റെ ഭാഗമായിട്ടുള്ള ഒരു MLA ആയിട്ട് തുടർന്ന് പ്രവർത്തിക്കും. പിന്നെ ഇപ്പം ഞങ്ങളിങ്ങനെ സ്വതന്ത്രം പാർലം ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആവണമെന്നോ ആ രീതിയിലൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അത് എൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അവരാരും ആലോചിക്കുന്നത് എനിക്കറിയില്ല. ഞാനുമായിട്ട് സുധാകരനും അങ്ങനെ ബന്ധപ്പെട്ടു. സുധാകരൻ ഞങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്തു എന്നല്ലാതെ ഇങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് അനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.